യുദ്ധം വേണ്ട എന്നുള്ള ഇറാന്റെ മനംമാറ്റത്തിനു പിന്നിൽ മൊസാദോ? അങ്ങനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ആക്സിയോസ് നൽകുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേലിന്റെ ചാര ഏജൻസിയായ മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയ അദ്ദേഹം ഇറാനിലെ സ്ഥിതിഗതികളെ കുറിച്ചുള്ള ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം രാവിലെ അമേരിക്കയിൽ എത്തി എന്നാണ് വിവരങ്ങൾ. ഇറാനിലെ പ്രതിഷേധങ്ങളെക്കുറിച്ചും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനുള്ള പ്രതികരണമായി US സൈനിക നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ചും US ഇസ്രയേലും തമ്മിലുള്ള കൂടിയാലോചനകളുടെ തുടർച്ചയായിരുന്നു ബാർണിയയുടെ സന്ദർശനം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം കൈകാര്യം ചെയ്തിരുന്ന വൈറ്റ് ഹൌസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി ബാർണിയ മിയാമിയിൽ കൂടിക്കാഴ്ച നടത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ വിറ്റ്കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായി ബന്ധപ്പെട്ടു. വാരാന്ത്യത്തിൽ മാറേ ലഗോയിൽ വെച്ച് ബാർണിയ പ്രസിഡന്റ് ട്രംപിനെ കാണുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം വന്നിട്ടില്ല, വ്യക്തമായൊരു വിവരം ഇതിനെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. നെതന്യാഹു ട്രംപിനെ ഫോണിൽ വിളിച്ചു, സമരം വൈകിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഇറാൻ പ്രതിസന്ധിയെക്കുറിച്ച് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ ബുധനാഴ്ച നടത്തിയ ഫോൺ സംഭാഷണം അതാണ് നിർണായകമായത്. ആ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ബാർണിയയുടെ യാത്ര നടന്നിരിക്കുന്നത്. ഇറാന്റെ പ്രതികാര നടപടികൾക്ക് തയ്യാറെടുക്കാൻ ഇസ്രായേലിന് കൂടുതൽ സമയം നൽകുന്നതിനായി ഇറാനെതിരെ സൈനിക നടപടി നിർത്തിവെക്കാൻ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രതികാര നടപടികളെ കുറിച്ചുള്ള ആശങ്കകളുണ്ട്. അതിനു പുറമെ ഇറാനിലെ സുരക്ഷാ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിലവിലെ US പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്നാൽ ഭരണകൂടത്തെ അർത്ഥവത്തായ രീതിയിൽ അസ്ഥിരപ്പെടുത്താൻ തക്ക ശക്തമായ ആക്രമണമായി ഇസ്രായേൽ അതിനെ കണ്ടില്ല എന്നാണ് ഇസ്രായേലി വൃത്തങ്ങൾ പറയുന്നത്. വലിയ ആക്രമണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? ഇറാൻ പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തുന്നത് തുടരുകയാണ് എങ്കിൽ സൈനിക നടപടി പരിഗണനയിലുണ്ട് എന്ന് US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. കാലതാമസം നേരിട്ടാലും വരും ദിവസങ്ങളിൽ US സൈനിക ആക്രമണം നടക്കുമെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. ട്രംപ് ഉത്തരവിട്ടാൽ ആക്രമണം നടത്താൻ സജ്ജരാകാൻ US സൈന്യം കൂടുതൽ പ്രതിരോധ ആക്രമണ ശേഷികൾ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും അതിന്റെ ആക്രമണ ഗ്രൂപ്പും ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞു. കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ഒരുപക്ഷെ അന്തർവാഹിനികൾ എന്നിവയും ഈ മേഖലയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വീറ്റ്കാഫുമായി ബന്ധപ്പെട്ടപ്പോൾ അറാക്ചി ഒരു കൂടിക്കാഴ്ചയും ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. ഇറാനികൾ അത്തരം ചർച്ചകൾ ഉപയോഗിച്ച് USന്റെ സമ്മർദ്ദത്തിൽ നിന്ന് മോചനം നേടുമെന്ന് ഇസ്രായേൽ സർക്കാർ ആശങ്കപ്പെടുന്നുണ്ട്. മറുവശത്ത് നിലവിലെ പ്രതിസന്ധി ഇറാൻ ഭരണകൂടത്തെ മുൻകാലങ്ങളിൽ പരിഗണിക്കാൻ വിസമ്മതിച്ച വിട്ടുവീഴ്ചകൾ, ആണവ പദ്ധതി, മിസൈൽ പദ്ധതി, പ്രോക്സി ഗ്രൂപ്പുകൾ എന്നിവയിൽ ബോധ്യപ്പെടുത്തുമെന്ന് അല്ലെങ്കിൽ അതിലൊരു തീരുമാനമെടുക്കാൻ അവരെ പ്രാപ്തരാക്കുമെന്ന് ചില ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ട്. വ്യാഴാഴ്ച മിയാമിയിൽ നടന്ന ഇസ്രയേലി അമേരിക്കൻ കൗൺസിലിന്റെ ഒരു സമ്മേളനത്തിൽ കൂട്ടത്തൂക്കി കൊല്ലാനുള്ള സാധ്യതയെക്കുറിച്ച് ഇറാനികളുമായി തലേ ദിവസം കമ്മ്യൂണിക്കേഷൻ നടത്തിയതായി വിറ്റ്കാഫ് പറയുന്നു. അത് അടച്ചുപൂട്ടി. വിറ്റ്കാഫ് പറയാണ്, ഇറാനുമായി നയതന്ത്രപരമായ ഒരു പരിഹാരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊരു കരാറിലും യുറേനിയം സമ്പുഷ്ടീകരണവും ഇറാന്റെ സമ്പുഷ്ട യുറേനിയം ശേഖരണവും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരണവും മേഖലയിലെ അവരുടെ പ്രോക്സികളുടെ ശൃംഖലയും അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വളരെ താഴ്ന്ന നിലയിലാണ് എന്നും ടെഹ്റാൻ അത് മാറ്റി രാഷ്ട്രങ്ങളുടെ സമൂഹത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നയതന്ത്രത്തിലൂടെ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നും വിറ്റ്കാഫ് പറയുന്നു. അതേസമയം രാജ്യവ്യാപകമായി നടക്കുന്ന ക്രൂരമായ അടിച്ചമർത്തലിനിടെ കസ്റ്റഡിയിലെടുത്ത നൂറുകണക്കിന് പ്രതിഷേധക്കാരുണ്ട്. അവരുടെ വധശിക്ഷ ടെഹ്റാൻ പിൻവലിച്ചതായതിന് ഉള്ള പ്രസ്താവന വന്നതിന് ശേഷം പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ അസാധാരണമായ ഒരു അനുരഞ്ജന കുറിപ്പ് ഉണ്ടായി. ആ കുറിപ്പിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ നേതൃത്വത്തിന് നന്ദി പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിൽ ഒരു ദിവസം മുൻപ് നടക്കാനിരുന്ന 800-ലധികം വധശിക്ഷകൾ ഇറാനിയൻ അധികൃതർ റദ്ദാക്കിയതായിട്ടാണ് ട്രംപ് പറയുന്നത്. നടക്കേണ്ടിയിരുന്ന എല്ലാ വധശിക്ഷകളും അതിൽ 800-ലധികം എണ്ണം ഇറാൻ നേതൃത്വം റദ്ദാക്കി എന്ന വസ്തുതയെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു, നന്ദി എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇറാനിലെ കൊലപാതകങ്ങൾ കുറഞ്ഞു വരികയാണ് എന്ന് ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് ഈ ആഴ്ച ആദ്യം US നേരിട്ടുള്ള സൈനിക നടപടിക്കുള്ള സാധ്യത കുറഞ്ഞതായി എന്നാണ് വിശദീകരണങ്ങൾ വരുന്നത്. എന്നാലും US സൈനിക ആസ്തികൾ ഇപ്പോഴും മേഖലയിലേക്ക് നീങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നത് ദുർബലമായ സാഹചര്യത്തിന് ഉള്ള സാധ്യതകൾ തന്നെയാണ് കാണിക്കുന്നത്. വിശാലമായ ഒരു ഏറ്റുമുട്ടൽ അത് ഒഴിവാക്കാൻ ഗൾഫിലെ വാഷിംഗ്ടണിന്റെ സഖ്യകക്ഷികൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണം മേഖലയിലുടനീളം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും അതൊടുവിൽ അമേരിക്കയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും സൗദി അറേബ്യയും ഖത്തറും US ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ രക്തച്ചൊരിച്ചിലുണ്ടായാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപും അദ്ദേഹത്തിന്റെ ദേശീയ സുരക്ഷാ സംഘവും
മാറ്റമാകുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ ഓപ്ഷനുകളും ഉണ്ട്. ഡിസംബർ 28-ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ചൊല്ലി പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ പുരോഹിത ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപകമായ പ്രകടനങ്ങളായി മാറുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവസാനം 3 ദിവസത്തെ കൂട്ടാക്രമണത്തിലാണ് അത് കലാശിച്ചത്. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഭ്യന്തര കലാപത്തിൽ 2000-ലധികം പേർ കൊല്ലപ്പെട്ടതായി പ്രതിപക്ഷ ഗ്രൂപ്പുകളും ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും മൊസാദ് പോലുള്ള ഒരു ചാരസംഘടന ഒരിക്കലും ഒരു രാജ്യത്തിന്റെ, അതായത് ഇസ്രായേലിന് വേണ്ടി മറ്റൊരു രാജ്യത്ത് ചെന്ന് അവിടെയുള്ള രഹസ്യങ്ങൾ കൈക്കലാക്കാനുള്ളത് മാത്രമല്ല, ഒരു നയതന്ത്രത്തിനും അതല്ലെങ്കിൽ ഒരു കോംപ്രമൈസിനും ഒക്കെ സജ്ജമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് അതിനും സാധിക്കും എന്നത് തന്നെയാണ് ഇറാന്റെ ഈ മനംമാറ്റത്തിൽ മൊസാദ് ഒരു ഭാഗമായതിലൂടെ നാം വിശ്വസിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.